വ്യാജ ആക്രമണ പദ്ധതി ഒരുങ്ങുന്നുവെന്ന് ഇറാൻ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനി 9/11 മാതൃകയിൽ ഭീകരവാദ ആക്രമണ പദ്ധതിയാണ് ഒരുങ്ങുന്നതെന്നും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതുപോലെ ആക്രമണ പദ്ധതിക്ക് പിന്നിൽ എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ട അതേ ആളുകളാണെന്നും അമേരിക്കൻ ജനതയോടല്ല തങ്ങളുടെ യുദ്ധമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ കഴിഞ്ഞ രാത്രിയും അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയിരുന്നു. ഇസ്ഫഹാൻ പ്രവിശ്യയിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ സൈനിക നടപടിയിൽ ലെബനനിൽ മരണം 828 അതിനിടെ അയൽ രാജ്യങ്ങളോട് അമേരിക്കൻ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടാൻ ഇറാൻ വീണ്ടും ആവശ്യപ്പെട്ടു. മേഖലയിൽ അമേരിക്കൻ സാന്നിധ്യം ഉണ്ടാകരുതെന്നും സമാധാനം ഉറപ്പാക്കാൻ അതാണ് മാർഗമെന്നും ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. കൂടാതെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായി. റഡാർ സംവിധാനം ആക്രമിക്കപ്പെടുകയായിരുന്നു. ഡ്രോണുകൾ അയച്ചാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് വിവരം. സൗദി അൽ ഖർജിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പ് ലഭിച്ചാൽ പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. UAE ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിൽ ഒരാൾക്ക് പരിക്കേറ്റു. ജോർദാൻ സ്വദേശിക്കാണ് പരിക്കേറ്റത്. ഇവിടെയുണ്ടായ ഡ്രോൺ ആക്രമണം തടഞ്ഞു. അതേസമയം ഇറാഖിൽ നിന്നും ഉടൻ പുറത്തു കടക്കാൻ അമേരിക്കൻ പൗരർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ മറ്റു രാജ്യങ്ങൾ കൂടി ഇടപെടണമെന്ന് വീണ്ടും ട്രംപ് ആവശ്യപ്പെട്ടു. അതേസമയം ഇറാനുമേലുള്ള യുദ്ധം നീളുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഏപ്രിൽ വരെ ആക്രമണ പദ്ധതിയുണ്ടെന്ന് സൈനിക മേധാവി പ്രതികരിച്ചു. അതേസമയം 2001 സെപ്റ്റംബർ 11 ആക്രമണം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിൽ ഒന്നായിരുന്നു. റോയിട്ടേഴ്സിന്റെയും അസോസിയേറ്റഡ് പ്രസിന്റെയും റിപ്പോർട്ടുകൾ പ്രകാരം അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള 19 ഹൈജാക്കർമാർ അമേരിക്കയിലെ 4 യാത്രാ വിമാനങ്ങൾ നിയന്ത്രണം ഏറ്റെടുത്തതിനെ തുടർന്ന് ഏകദേശം 3000 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആ വിമാനങ്ങൾ 2 എണ്ണം നേരെ ന്യൂയോർക്ക് നഗരത്തിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങളിൽ ഇടിച്ചു. അപകടങ്ങൾ വൻ തീപിടുത്തങ്ങൾക്ക് കാരണമായി. മണിക്കൂറുകൾക്കുള്ളിൽ 2 ഗോപുരങ്ങളും തകർന്നു. മറ്റൊരു തട്ടിക്കൊണ്ടുപോകപ്പെട്ട വിമാനം US സൈന്യത്തിന്റെ ആസ്ഥാനമായ വിർജീനിയയിലേക്ക് പെന്റഗണിലേക്ക് ഇടിച്ചു കയറി. മറ്റൊരാക്രമണം നടത്തുന്നതിൽ നിന്നും ഹൈജാക്കർമാരെ തടയാൻ യാത്രക്കാർ ശ്രമിച്ചതിനെ തുടർന്ന് ഷാങ്ക്സ്വില്ലയ്ക്ക് സമീപം 4ാമത്തെ വിമാനം തകർന്നു വീണു. ആക്രമണങ്ങളിൽ വേൾഡ് ട്രേഡ് സെന്റർ സമുച്ചയത്തിന്റെ വലിയ ഭാഗങ്ങൾ നശിപ്പിക്കപ്പെടുകയും സമീപത്തെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.